ഫോട്ടോയിൽ കണ്ട പോലെ അല്ലല്ലോടാ. അതിനെക്കാട്ടിയും കൊള്ളാം. അല്പം കൂടുതലുണ്ടോ? ഒരു കൂടുതലും ഇല്ല. ഇനി കൂടുതലാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. നല്ല കുട്ടിയാണ്. എങ്കിലും ഓക്കെ. കുഴിപ്പണത്ത് എന്തൊക്കെയാ വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നല്ലേ. അല്ല, അപ്പൊ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ലച്ചു വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. അച്ഛാ, ഇതാ ലച്ചു. അങ്ങളെ, ഇതാണ് ഫോട്ടോയിൽ കണ്ട കുട്ടി. ഇത് തന്നെ. അപ്പൊ മറ്റേ ചായ എന്നാ കൊച്ചാ? ഇതാണെങ്കിൽ ഞാൻ ഓക്കെ നേട്ടാ. മോളെ എവിടെയായിരുന്നു? ഞാൻ റെഡി ആവുമായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ആണ്, അപ്പൊ അതിന് പോണം. ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു. ആണല്ലേ? മോക്ക് സുഖമല്ലേ? ഓ, എനിക്ക് സുഖ. ലച്ചുമോൾ എപ്പോഴും പറയും സതീശൻ കുഴിപ്പള്ളത്തിൽ എല്ലോന്നും ലച്ചുമോള് നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്നും പിന്നെ കുഴിപ്പള്ളത്തിന്റെ ഐശ്വര്യമാണ് ലച്ചുമോളെന്ന് പറയുന്നൊക്കെ പറയാറുണ്ട്. കേട്ടോ ചേച്ചി? ദേ കുട്ടമ്പിള്ളി അദ്ദേഹം ഇവന് ഒരുപാട് ആലോചനകൾ വന്നതാ. ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ഒന്നൊക്കുമ്പോ മറ്റൊന്നൊക്കൂല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമൊന്നും പണ്ടത്തെ മാതിരി അല്ലല്ലോ. മോളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. പഠിക്കണമെങ്കിൽ ഇനിയും പഠിക്കാൻ കേട്ടോ. പിന്നെ ജോലിക്ക് വന്നതിലും എനിക്ക് എതിർപ്പൊന്നുമില്ല. അതിന് ഞാൻ ജോലിക്ക് പോകുന്നതിന് തനിക്ക് എതിർപ്പുണ്ടെങ്കിൽ എനിക്കെന്താ? എടാ, കാന്താരിയാണ് കാന്താരി. എനിക്ക് കാന്താരിയൊക്കെ ഇഷ്ടമുണ്ടോ? അങ്ങളെ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തുന്നത് നല്ലത്. കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു തീരുമാനത്തിലാക്കുക. അതെ അച്ഛാ, പെട്ടെന്ന് ഉറപ്പിക്കണം. നാളേക്ക് നാളെ. എടാ, ഒന്നും മിണ്ടാതിരിക്കടാ, ഞാൻ സംസാരിച്ചോളാം. അതെ, ഞങ്ങൾ കുറച്ച് പുരോഗമനവാദികളാ. ഈ കൊടുക്കൽ വാങ്ങൽ ചടങ്ങുകളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം കുട്ടിക്ക് ചെക്കന് ഇഷ്ടമായോ അറിയണ്ടേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങളൊക്കെ ആരാ? എനിക്ക് മനസ്സിലായില്ല. നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്? നീയല്ലേ പറഞ്ഞേ കുഴിപ്പണത്ത് സതീശൻ വരുന്നു? സതീശൻ ചേട്ടൻ വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇവരാരാന്ന് എനിക്ക് അറിയാൻ പാടില്ല. മോളെ, ഞാനാണ് കുഴിപ്പള്ളത്തെ സതീശൻ. ഞാനല്ലേ മോളെ ഫോൺ വിളിച്ചത്? ഇന്നലെ പങ്കളാണോ വിളിച്ചത്? ഞാനാ വിളിച്ചത്. അയ്യോ, എനിക്ക് ആള് മാറിപ്പോയതാ. ഞാൻ വിചാരിച്ചതേ കുഴിപ്പള്ളത്തെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സതീശൻ ചേട്ടൻ. ആ ചേട്ടനാന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. മാറിപ്പോയതാ, സോറി ഏട്ടാ. ഇനി അതൊന്നും കുഴപ്പമില്ല മോളെ. ഈ ബന്ധങ്ങളൊക്കെ ഏത് വഴിക്കാ വന്നെന്ന് പറയാൻ പറ്റൂല. ദേ, മോളെ പെണ്ണ് കാണാൻ വന്നതാ ഞങ്ങള്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.